ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൂൺഗോഡാസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നെക്കിൽ ഞാൻ ഡയറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ നല്ല വൈഡായിട്ടുള്ള ഒരു വി നെക്കാണ് വരുന്നത്. ഒരു 5.5 ഇഞ്ച് ലെങ്തും ഒരു 6 ഇഞ്ച് വിട്ത്തുമാണ് കേട്ടോ നെക്കിന് എടുത്തേക്കുന്നത്. നെക്കും നമ്മുടെ നെക്ക് വിട്ത്ത് വർക്ക് ചെയ്യുന്ന വിട്ത്തും തമ്മിൽ ഒരു 1.5 ഇഞ്ച് വ്യത്യാസമാണ് കേട്ടോ എടുത്തേക്കുന്നത്. 1.5 ഇഞ്ചൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ടൊരു വി ഷേപ്പിൽ തന്നെയാണ് കേട്ടോ അത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ സ്ക്വയർ മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നമുക്ക് സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസ് ആണ് കേട്ടോ വെക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള ഏരിയയിൽ ഇതുപോലെ സ്പ്രെഡിങ് ആയിട്ട് കട്ട് ബീഡും അത്യാവശ്യം തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള വൈറ്റ് ആണ് കേട്ടോ, കുന്തൻ സ്റ്റോൺ. ഇതിൻ്റെ ഗോൾഡൻ കളർ വേണമെങ്കിലും എടുക്കാം, അല്ല കളർ ചേഞ്ച് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് ആണ്. ഞാൻ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് B7000 ഗമ്മാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ഗം ഒട്ടിക്കുമ്പോൾ കുറഞ്ഞത് 24 hours എങ്കിലും ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ സ്ക്വയർ ആയിട്ടുള്ള പോർഷനിലൊക്കെ നമുക്കിതുപോലെ ഗം അപ്ലൈ ചെയ്ത് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ക്വയർ പോർഷനിലൊക്കെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പം വീഡിയോയിൽ ചെയ്യുന്നത് കൊണ്ട് സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഉടനെ തന്നെയാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് കുറഞ്ഞ 24 hours ഒന്ന് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം മാത്രം ബീഡ്സ് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ള് സ്റ്റോൺ ഒട്ടിച്ചിട്ട് വേണം ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി കട്ട് ബീഡ് വയ്ക്കുന്നത് നോക്കാം. ബാക്കി വരുന്ന ഏരിയയിൽ ഫുള്ള് നമുക്ക് കട്ട് ബീഡ് തന്നെയാണ് ഇവിടെ ചെയ്ത് പോരേണ്ടത്. ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വി നെക്ക് ഫുള്ളും ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഇതുപോലെ തന്നെയാണ് കേട്ടോ വർക്ക് ഫുള്ള് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നെക്കിൻ്റെ താഴത്ത് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റോണില്ലേ അത് വെച്ച് ചെറിയ രീതിയിൽ സ്പ്രെഡിങ്ങൂടെ കൊടുക്കാം കേട്ടോ. രണ്ട് സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെ ചെയ്യാം. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാവേ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വീനക്കാണ് കേട്ടോ. വീനക്കിൽ 1.5 ഇഞ്ചിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നത്. സ്റ്റോൺസും കട്ട് ബീഡ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ താഴത്തായിട്ട് യോക്കിയായിട്ട് സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്ലീവിലും ഈ വർക്ക് തന്നെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. ബിഗിനേഴ്സിന് പോലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.